ഈ നാവിൻ ദോഷം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുക്ക ഒരു വീട്ടിൽ മുരിങ്ങയമ്മ നിറച്ചും മുരിങ്ങക്കായ ഉണ്ടായിരിക്കുന്നു. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഓ എന്തോരം മുരിങ്ങാക്ക ഉണ്ടായി കിടക്കുന്ന, നിൻ്റെ ഒരു കൊമ്പ് എനിക്ക് വേണം. ഓ തരാലോ എന്ന് ഇയാൾ മറുപടിയും പറഞ്ഞു. ഇവർ വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ മുരിങ്ങ ഒടിഞ്ഞു. എന്നിട്ട് അതെ അപ്പം തന്നെ അതിൻ്റെ കൊമ്പൊടിച്ചുകൊണ്ട് പോയി കൊടുക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് പരിഹാരമാണോ? ഇല്ല, പക്ഷെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഇത് ഒടിഞ്ഞു വീണു എന്ന്. അതേപോലെ എൻ്റെ ഒരു സുഹൃത്ത് തെങ്ങിൻ തൈ നിറച്ച് വെച്ചു പറമ്പിൽ. അത് കണ്ടപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു, ആ നീ കൃഷിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണല്ലേ, തെങ്ങിൻ തൈ കൃഷി ചെയ്യാൻ പോവുകയാണല്ലേ. എല്ലാം ഉണങ്ങിപ്പോയി. അയ്യോ. ഞങ്ങൾ അടുത്ത ദിവസം തെങ്ങിൻ തൈക്ക് പകരം ജാതി തൈയും ഇട്ടു. തെങ്ങ് മാറ്റി ജാതി ആക്കിയല്ലേ, അത് ഉണങ്ങിപ്പോയി. പിന്നെ കൊക്കോ നട്ടു. കൊക്കോ നട്ടപ്പോഴും ഇതുപോലെ പറഞ്ഞു, ഞാൻ കൃഷി ചെയ്യല്ലാതെ തീരുമാനിച്ചു. അപ്പം അങ്ങനെ നാവിൻ ദോഷം കൊണ്ട് ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട്. ഇതൊക്കെ ശത്രുദോഷത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതെ അതെ. എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു നാരകം ഉണ്ടായിരുന്നു. ആ നാരകം 2 കവരിയായിട്ട് പോയി നിറച്ച് നാരങ്ങ ഉണ്ടായി കിടക്കുമായിരുന്നു. ഇതുപോലെ അടുത്ത വീട്ടിലൊരു സ്ത്രീ എന്ന് പറഞ്ഞു, ആ നിറച്ച് നാരങ്ങ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോകുമ്പോൾ ഇത് നെടുകെ പിളർന്നു. 2 കവരിയായിട്ട് ഇരുന്ന നാരകം നെടുകെ പിളർന്ന് 2 വശത്തേക്കും വീണു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണോ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ പറയാൻ കഴിയില്ല. അവരുടെ നാവിൻ്റെ പിന്നിൽ ചില ഗുളികൻ കളിക്കുന്നുണ്ട് എന്ന് സംഭവിച്ചേ പറ്റുള്ളൂ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.